നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഘട്ടത്തിൽ പ്ലേയിംഗ് 11-ൽ പോലും സ്ഥാനം കിട്ടാതിരുന്ന താരം ഇന്ന് ലോകകപ്പിന്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ഇതൊരു അത്ഭുതമല്ല, സഞ്ജു സാംസൺ എന്ന പോരാളിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഈ നേട്ടത്തെക്കുറിച്ച് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. സഞ്ജു ഓപ്പണറായി വന്ന ശേഷം ഇന്ത്യൻ ടീമിന്റെ സ്കോർ ബോർഡ് എങ്ങനെ കുതിച്ചുയർന്നു? എന്തുകൊണ്ടാണ് ഈ വിജയം ഒരു പാഠമാകുന്നത്? നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. മുഹമ്മദ് കൈഫ് തന്റെ എക്സ് അല്ലെങ്കിൽ ട്വിറ്റർ പേജിൽ കുറിച്ച ആ വരികൾ നമുക്കൊന്ന് പരിശോധിക്കാം. സഞ്ജു ഓപ്പണറായത് മുതൽ ഇന്ത്യയുടെ സ്കോറുകൾ കുതിച്ചുയർന്നു. 209, 256, 199, 253, 255. ഒരു ഘട്ടത്തിൽ പ്ലേയിംഗ് 11-ൽ പോലും ഇല്ലാതിരുന്ന സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി മാറി. സഞ്ജുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം: ഒരിക്കലും സ്വപ്നം കാണുന്നത് നമ്മൾ നിർത്തരുത്. ഈ വരികളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. 200-ന് മുകളിൽ സ്കോർ ചെയ്യുക എന്നത് ഒരു കാലത്ത് T20-യിൽ വലിയൊരു സ്വപ്നമായിരുന്നു. എന്നാൽ സഞ്ജു ക്രീസിൽ നിൽക്കുമ്പോൾ അതൊരു സാധാരണ കാര്യമായി മാറുന്നു. സഞ്ജുവിന്റെ ഈ ഓപ്പണിംഗ് മാജിക് ഇന്ത്യൻ ടീമിനെ എത്രത്തോളം അപകടകാരിയാക്കിയെന്ന് ഈ സ്കോറുകൾ തന്നെ വിളിച്ചു പറയുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ സഞ്ജു സാംസൺ എന്ന പേര് കേൾക്കുമ്പോൾ ആരാധകരുടെ ഉള്ളിൽ വേദനയായിരുന്നു. സ്ക്വാഡിൽ ഇടം പിടിച്ചാലും പ്ലേയിംഗ് 11-ൽ സ്ഥാനം കിട്ടില്ല. ബെഞ്ചിലിരിക്കുന്ന സഞ്ജുവിനെ കാണുമ്പോൾ ഓരോ മലയാളിയും ചോദിച്ച ചോദ്യം ഒന്നേയുള്ളൂ: എന്തിനാണ് സഞ്ജുവിനെ ഇങ്ങനെ അവഗണിക്കുന്നത്? സെലക്ടർമാരുടെ തീരുമാനങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. പക്ഷേ സഞ്ജു അവിടെയും മൗനം പാലിച്ചു. അദ്ദേഹം തന്നെ ബാറ്റിലൂടെ മറുപടി നൽകാൻ തീരുമാനിച്ചു. ലോകകപ്പ് ഫൈനലിനു മുൻപ് വരെ അദ്ദേഹത്തെ തഴയാൻ നോക്കിയവർ പോലും ഇന്നലെ രാത്രി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പ്ലേയിംഗ് 11-ൽ പോലും സ്ഥാനമില്ലാതിരുന്നവൻ ലോകത്തിലെ ഏറ്റവും മികച്ച ടൂർണമെന്റിലെ മഹാനായ താരം അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി മാറിയപ്പോൾ അത് പ്രതികാരത്തേക്കാൾ ഉപരി ഒരു തിരിച്ചുവരവായിരുന്നു. എന്തുകൊണ്ടാണ് സഞ്ജു ഓപ്പണറായപ്പോൾ ഇന്ത്യയുടെ റൺ നിരക്ക് ഇത്രത്തോളം കൂടിയത്? സഞ്ജുവിന്റെ ബാറ്റിംഗിൽ ഒരു പ്രത്യേകതയുണ്ട്. പന്തിന്റെ വേഗതയെ അദ്ദേഹം ബഹുമാനിക്കുന്നില്ല. പകരം അതിനെ കവർ ഡ്രൈവിലൂടെയും പുൾ ഷോട്ടിലൂടെയും അതിർത്തി കടത്തുന്നു. 256, 253 പോലുള്ള കൂറ്റൻ സ്കോറുകൾ പിറന്നപ്പോൾ അതിൽ സഞ്ജുവിന്റെ പങ്ക് ചെറുതല്ല. പവർ പ്ലേയിൽ എതിരാളികളുടെ ബൌളർമാരെ സഞ്ജു മാനസികമായി തകർക്കുന്നു. ക്രീസിൽ നിൽക്കുമ്പോൾ ഒരു പിരിമുറുക്കവും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണില്ല. ഏത് ബൌളറെയും അടിച്ചമർത്താനുള്ള ആ കഴിവ് സഞ്ജുവിനെ മറ്റോപ്പണർമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. സഞ്ജുവിന്റെ ഈ ഫിയർലെസ് അപ്രോച്ചാണ് ഇന്ത്യൻ ടീമിനെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചത്. മുഹമ്മദ് കൈഫ് പറഞ്ഞതുപോലെ സഞ്ജു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഒരിക്കലും സ്വപ്നം കാണുന്നത് നമ്മൾ നിർത്തരുത് എന്നതാണ്. പലപ്പോഴും ഒരു ക്രിക്കറ്റർക്ക് ടീമിൽ നിന്ന് പുറത്താകുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ചിലർ കളി തന്നെ ഉപേക്ഷിക്കും. എന്നാൽ സഞ്ജു എന്തു ചെയ്തു? അദ്ദേഹം കൂടുതൽ പരിശീലിച്ചു. വിക്കറ്റ് കീപ്പിംഗിലും ബാറ്റിംഗിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എത്രത്തോളം അവഗണനകൾ നേരിട്ടാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് എന്ന വലിയ പാഠമാണ് സഞ്ജു നമുക്ക് നൽകുന്നത്. IPL-ലെ മികച്ച പ്രകടനം, ആഭ്യന്തര ക്രിക്കറ്റിലെ സ്ഥിരത, ഇവയൊന്നും സഞ്ജു കൈവിട്ടില്ല. ആ ക്ഷമയാണ് ഇന്നദ്ദേഹത്തെ ലോകകപ്പ് ഹീറോയാക്കിയത്. സഞ്ജുവിന്റെ ഈ നേട്ടത്തെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സൗരവ് ഗാംഗുലിയും അഭിനന്ദിച്ചത് വെറുതെയല്ല. ഒരു താരത്തിന്റെ കഴിവിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനോഭാവത്തെയാണ് ഈ ഇതിഹാസങ്ങൾ അംഗീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഹ്ലി സഞ്ജുവിനെ വീഡിയോ കോൾ ചെയ്ത വാർത്ത നാം കണ്ടു. ഗാംഗുലി സമ്മാനങ്ങൾ നൽകി. ലോക ക്രിക്കറ്റിലെ ഈ വലിയ മനുഷ്യരെല്ലാം സഞ്ജുവിനെ കൂടെ നിർത്തുമ്പോൾ ഇനി ആർക്കും സഞ്ജുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യാനാവില്ല. കുതിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് ലോകകപ്പുകൾ അദ്ദേഹത്തിന് കീഴടക്കാനുണ്ട്. കൈഫ് പറഞ്ഞതുപോലെ സഞ്ജു നമ്മളെ ഓരോരുത്തരെയും വലിയ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും സഞ്ജുവിന്റെ ഈ പോരാട്ട വീര്യം ഓർക്കുക. സഞ്ജു സാംസന്റെ ഈ തിരിച്ചുവരവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുഹമ്മദ് കൈഫിന്റെ ഈ വാക്കുകൾ ശരിയാണോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജു ആരാധകർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.